അങ്ങനെ ഒടുവിൽ CPM നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായ മുൻ MLA സ്വരാജാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി. ഇതോടെ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. UDF വേണ്ടി കോൺഗ്രസ് ഇറക്കുന്നത് ആര്യാടൻ ഷൗക്കത്തിനെയാണ്. മുൻപ് ഒരു തവണ PV അൻവറിനോട് മത്സരിച്ച് തോറ്റ ഷൗക്കത്ത് വീണ്ടും സ്ഥാനാർത്ഥിയാകുമ്പോൾ ഷൗക്കത്തിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് അൻവർ തന്നെയാണ്. യഥാർത്ഥത്തിൽ അൻവറിനെ ഇടതുമുന്നണിയിൽ നിന്നും പൊതിച്ച് പുറത്തു ചാടിച്ചത് കോൺഗ്രസ് ആണ്. അൻവറിന്റെ ഇടതുപക്ഷത്തോടുള്ള സകല എതിർപ്പുകളെയും പ്രോത്സാഹിപ്പിച്ച് ഇടതുപക്ഷത്ത് നിന്നകറ്റി നിലമ്പൂർ MLA സ്ഥാനം രാജിവെപ്പിക്കുന്നതിലും അൻവറിനെ ഒരു CPIM വിരുദ്ധ വാർത്താ കേന്ദ്രമാക്കി നിലനിർത്തുന്നതിനും കോൺഗ്രസിന് വലിയ പങ്കുണ്ട്. ഇപ്പോഴിതാ അവർ കൃത്യസമയത്ത് പാലം വലിച്ച് അൻവറിനെ ഒറ്റയ്ക്കാക്കിയിരിക്കുന്നു. മണ്ഡലത്തിലെ ജനകീയ അടിത്തറ ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ നിലമ്പൂരിൽ സ്വതന്ത്രനായി മത്സരിച്ചാൽ UDF പരാജയം ഉറപ്പിക്കാനാകുമെന്ന് അൻവറിനറിയാം. ആര്യാടൻ ഷൗക്കത്ത് എന്ന ചിരപുരാതന ശത്രുവിനെ വേണമെങ്കിൽ വീണ്ടും തോൽപ്പിക്കാം. എന്നാൽ അപ്പോൾ വിജയിക്കുക ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിന്റെ തോൽവി ഉറപ്പാക്കിയാൽ നിലമ്പൂരിന്റെ ഇനിയുള്ള കാലത്തെ നേതാവ് ആര്യാടൻ ഷൗക്കത്താണ്. അതും അൻവറിന്റെ നഷ്ടക്കച്ചവടവും തോൽവിയുമാണ്. പക്ഷെ ഇനി എന്ത് എന്നത് PV അൻവറിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. താൽക്കാലികമായി ഷൗക്കത്തിനെ പരാജയപ്പെടുത്തി സ്വരാജിന്റെ വിജയം ഉറപ്പാക്കി തന്റെ കരുത്ത് ഇരു മുന്നണികൾക്ക് മുന്നിലും പ്രദർശിപ്പിച്ച് 2026 കോൺഗ്രസിനോട് വിലപേശാനുള്ള സംവിധാനം അൻവർ ഉണ്ടാക്കുമോ? അതോ തൃണമൂലും വാശിയും ഉപേക്ഷിച്ച് ഷൗക്കത്തിന് നിരവാധികം പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസിൽ മടങ്ങിയെത്തി കൊള്ളാവുന്ന ഒരു സീറ്റിന് വേണ്ടി കാത്തിരിക്കുമോ? അതോ പലരും ചെന്നണഞ്ഞ BJP ലായത്തിൽ അബ്ദുള്ളക്കുട്ടിക്കൊപ്പം ആലങ്കാരിക ദേശീയ പദവി വാങ്ങി സ്വസ്ഥമാകുമോ? ഏതായാലും കാത്തിരുന്ന് കാണാം.